ഇന്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് സർക്കാർ ഓഫീസുകളിൽ താൽക്കാലിക ജോലി നേടാം. വെൽക്കം ബാക്ക്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യൽ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. കേരള സർക്കാരിൻ്റെ കീഴിൽ PSC പരീക്ഷയില്ലാതെ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള ഓരോ ജോലികളിലും അതാത് യോഗ്യതയുള്ളവർക്ക് അതാത് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. അറ്റൻഡർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. സൈക്കോളജി അപ്രന്റീസ് നിയമനം. ലൈഫ് ഗാർഡ്, കടൽ രക്ഷാ ഗാർഡ് അപേക്ഷിക്കാം. സിവിൽ സ്റ്റേഷനിൽ താൽക്കാലിക നിയമനം. ഡ്രൈവർ, ക്ലീനർ താൽക്കാലിക നിയമനം. ഗവേഷണ പ്രോജക്റ്റുകളിൽ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. CAM ടെക്നീഷ്യൻ താൽക്കാലിക നിയമനം നടത്തുന്നു. ഇനി ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം. അറ്റൻഡർ തസ്തികയിൽ നിയമനം. ഇടുക്കി ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ അറക്കുളത്തുള്ള സ്ത്രീകളുടെ പകൽ വീട്ടിലേക്ക് അറ്റൻഡർ തസ്തികയിൽ നിയമനം നടത്തുന്നു. വാക്ക് ഇൻ ഇന്റർവ്യൂ ജൂലൈ 25 രാവിലെ 11 മണി മുതൽ സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. SSLC ആണ് യോഗ്യത. 55 വയസ്സ് കവിയരുത്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ, ആധാർ, വോട്ടർ ID എന്നിവയുടെയും അസൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. നിയമനം സ്ത്രീകൾക്ക് മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സൈക്കോളജി അപ്രന്റീസ് നിയമനം. കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സൈക്കോളജി അപ്രന്റീസിനെ നിയമിക്കുന്നു. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 24 രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ വെച്ച് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. ലൈഫ് ഗാർഡ്, കടൽ രക്ഷാ ഗാർഡ് അപേക്ഷിക്കാം. 2024 വർഷത്തിലെ ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തുന്ന റെസ്ക്യൂ ബോട്ടുകളിലേക്ക് ലൈഫ് ഗാർഡ്, കടൽ രക്ഷാ ഗാർഡുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകർ രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളികളും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് പരിശീലനം പൂർത്തിയാക്കിയവരുമായിരിക്കണം. പ്രായപരിധി 20നും 45 വയസ്സിനും ഇടയിൽ. പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ക്ഷമതയുള്ള ആളായിരിക്കണം. കടൽ രക്ഷാ പ്രവർത്തനങ്ങളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ സീ റെസ്ക്യൂ സ്ക്വാഡ് അല്ലെങ്കിൽ ലൈഫ് ഗാർഡായി ജോലി നോക്കിയിട്ടുള്ളവർ, തിരുവനന്തപുരം ജില്ലയിലെ താമസക്കാര്, 2018 പ്രളയ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ എന്നിവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർ വിഴിഞ്ഞത്തെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ബയോഡാറ്റ, തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബുക്ക്, യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ 25 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കണം. അഭിമുഖം ജൂലൈ 29 രാവിലെ 11 മണിക്ക് വിഴിഞ്ഞം ഫിഷറീസ് സ്റ്റേഷനിൽ നടക്കും. താൽക്കാലിക നിയമനം നടത്തുന്നു. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവറുടെയും ക്ലീനറുടെയും ഡ്രൈവർ കം ക്ലീനർ എല്ലാവരും 60 വയസ്സിന് താഴെയായിരിക്കണം. വേക്കൻസിയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. താല്പര്യമുള്ളവർ യോഗ്യതയും പരിചയവും തെളിയിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ 24 രാവിലെ 10:30 കോളേജ് ഓഫീസിൽ ഹാജരാവണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഗവേഷണ പ്രോജക്റ്റുകളിൽ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ നടത്തുന്ന വിവിധ താൽക്കാലിക ഗവേഷണ പ്രോജക്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. ക്ലിനിക്കൽ ട്രയൽ കോഓർഡിനേറ്റർ, പ്രൊജക്ട് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവയാണ് തസ്തികകൾ. യോഗ്യതയുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ബന്ധപ്പെട്ട രേഖകളുമായി ജൂലൈ 26 രാവിലെ 9:30 തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. CAM ടെക്നീഷ്യൻ താൽക്കാലിക നിയമനം നടത്തുന്നു. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിസെപ് പദ്ധതിക്ക് കീഴിൽ CAM ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ 6 മാസം കാലയളവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത പ്രീ ഡിഗ്രി, +2 സയൻസ് വിഷയത്തോടു കൂടിയ തത്തുല്യ കോഴ്സ്, കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ തത്തുല്യം, കേരള ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്.
പ്രായപരിധി 2024 ജനുവരി 1 18 വയസ്സിനെയും 36 വയസ്സിനും ഇടയിലായിരിക്കണം. താൽപ്പര്യമുള്ളവർ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് 5 എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ പകൽ 11:30 നടക്കുന്ന എഴുത്തു പരീക്ഷയിലും അഭിമുഖത്തിലും പങ്കെടുക്കണം. രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ 10:30 മുതൽ 11 മണി വരെ മാത്രമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.